പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണവുമായി എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ. പുനർജനിയുടെ പേരിൽ പിരിച്ച പണം സതീശൻ എന്തു ചെയ്തു? വി.ഡി. സതീശൻ അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ മിടുക്കനെന്നും സതീശൻ ദില്ലിയിൽ ബി.ജെ.പിയുമായി ചർച്ച നടത്തിയെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജൻ ഉന്നയിച്ചത്. വി.ഡി. സതീശൻ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ തോതിൽ പണം പിരിച്ച് ഇവിടെ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് പണം പിരിച്ചു. ആ പണം പിരിച്ചതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല. ആ പിരിച്ച പണം കൊണ്ട് വി.ഡി. സതീശൻ വീട് നിർമ്മിച്ചിട്ടില്ല. പുനർജനിയുടെ പേരിൽ വിദേശത്തു നിന്ന് വൻതോതിൽ പണം പിരിച്ചു. നിയമവിരുദ്ധമാണത്. ആ വിദേശത്ത് പിരിച്ച പണം വി.ഡി. സതീശൻ എന്തു ചെയ്തു? കേരള നിയമസഭയിൽ ഉയർന്നു വന്ന വിഷയം 150 കോടി രൂപ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് മത്സ്യം കൊണ്ടുവരുന്ന വലിയ പെട്ടിയിൽ 150 കോടി രൂപ കൊണ്ടുവന്ന് വി.ഡി. സതീശനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഇ.ഡി. അന്വേഷണം വന്നു, ഇൻകം ടാക്സ് അന്വേഷണം വന്നു. ഏതാണ്ട് തൻ്റെ പ്രതിപക്ഷ പദവി ഉപയോഗിച്ചുകൊണ്ട് വി.ഡി. സതീശൻ രക്ഷപ്പെടാൻ നോക്കി. അതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ലെന്ന് വന്നപ്പോൾ വി.ഡി. സതീശൻ ഡൽഹിയിൽ പോയി ബി.ജെ.പി. ആർ.എസ്.എസിൻ്റെ നേതാക്കളെ കണ്ടു. അവിടെയുള്ള ചിലരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബി.ജെ.പി. ആർ.എസ്.എസുമായി ഒരു സഖ്യമുണ്ടാക്കി. വി.ഡി. സതീശൻ അശ്ലീല വീഡിയോ ഇറക്കുന്നതിൽ മിടുക്കനെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. വി.ഡി. സതീശൻ ഈ അശ്ലീല വീഡിയോ ഇറക്കുന്നതിന് പ്രശസ്തനാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഫോട്ടോ പ്രചരിപ്പിച്ചു. അതിൻ്റെ പിന്നിലും വി.ഡി. സതീശനാണ്. ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ചിത്രമുണ്ടാക്കിയത്. പ്ലാതിമ ഭൗമിക് എന്ന ബി.ജെ.പിയുടെ എം.പി ആ സ്ഥാനാർത്ഥിയുടെ പടമെടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ തല വെട്ടി ഈ സ്ത്രീക്ക് പകരം എൻ്റെ ഭാര്യയുടെ തലവെട്ടി ഇവിടെ സ്ഥാപിച്ചു. എന്നിട്ടാണ് ഇത് നവമാധ്യമ രംഗത്ത് പ്രചരിപ്പിച്ചത്. അതാണ് വി.ഡി. സതീശൻ്റെ രാഷ്ട്രീയം. അതേസമയം താൻ ജനിച്ചതു മുതൽ രാഷ്ട്രീയക്കാരനാണെന്നും വി.ഡി. സതീശനെ പോലൊരു ബിസിനസ്സുകാരനല്ല താനെന്നും ജയരാജൻ പറഞ്ഞു. തന്റെ ഭാര്യയുടെ പേരിൽ ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.